ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 20 ആണ്ടുവട്ടം 11-ാം വാരം വെള്ളി. തിരുസഭാ മാതാവ് ദിവ്യബലി മധ്യേ ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷം ഈശോ പഠിപ്പിച്ചു തരുന്ന സമ്പാദ്യശീലത്തെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് നമ്മെ ക്ഷണിക്കുന്നത്. ഈ ലോകത്ത് 100% സുരക്ഷിതവും 100% റിട്ടേൺസ് കിട്ടുമെന്നുറപ്പുള്ള സേവിങ്സിനെ കുറിച്ച് ലോകത്തോട് പറഞ്ഞത് ഈശോയാണ്. ആ സേവിങ്സിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും തന്നെയില്ല. നിങ്ങൾ നിക്ഷേപിക്കുന്നതിനനുസരിച്ചുള്ള റിട്ടേൺസ് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കള്ളനെ പേടിക്കേണ്ടാത്ത, ചിതലരിക്കാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ നിക്ഷേപം നമ്മൾ ഇടേണ്ടത് സ്വർഗത്തിലാണ്. പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: ഇത്രയ്ക്ക് റിസ്ക് ഇല്ലാത്ത, റിട്ടേൺസ് ഉറപ്പുള്ള നിക്ഷേപം നമ്മുടെ മുൻപിലുണ്ടായിട്ടും എന്തേ ഞാനും നിങ്ങളും സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാൻ മടി കാണിക്കുന്നത്? ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ നാം സ്വാർത്ഥമായി സ്വരുക്കൂട്ടി വെച്ചതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നാം പങ്കുവെച്ച് നൽകിയതാണ് യഥാർത്ഥ നിക്ഷേപം. നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന നിധിയെയാണ് കർത്താവിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കുന്നതെന്ന് സുവിശേഷം പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ 2 അവയവങ്ങളെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ബാഹ്യമായ സമ്പാദ്യങ്ങൾക്കപ്പുറം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരുവന് സംതൃപ്തിയും ഉണ്ടാകും. അവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നനായിട്ട് രൂപാന്തരപ്പെടുന്നത്. തൻ്റെ ലൗകിക ജീവിതത്തിന്റെ ആസ്വാദനത്തിനൊടുവിൽ വിശുദ്ധ അഗസ്റ്റീനോസ് ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: ഓ സനാതന സൗന്ദര്യമേ, നിന്നെ അറിയുവാനായി ഞാൻ എത്രയോ വൈകിപ്പോയി. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സ്വന്തമായ അസിസിയിലെ ഫ്രാൻസിസ് എല്ലാത്തിനുമുപരിയായി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രം പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറായത്. നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലെത്തിക്കും വിധം നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സ്വരുക്കൂട്ടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന 2ാമത്തെ അവയവം കണ്ണാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് സമ്പാദിക്കുന്നത് കണ്ണിലൂടെയാണ്. ഹൃദയത്തിന്റെ നിയോഗശുദ്ധിയാണ് കണ്ണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരുവന്റെ കണ്ണ് എത്രമാത്രം വിശുദ്ധമാണോ അത്രമാത്രം അവന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും അവന് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് സ്വർഗത്തിന് നമ്മെ അർഹരാക്കും വിധം നിക്ഷേപം സൂക്ഷിക്കുവാനും യഥാർത്ഥ നിധിയായ ക്രിസ്തുവിനെ തേടുവാനും വേണ്ടിയാണ്. ഏവർക്കും ഈ ദിവസത്തിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.